വീലറിൽ ആ മരിച്ചുപോയ കൊച്ചിൻ്റെ, അതായത് ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള തലച്ചോറും മറ്റ് ലിവറിൻ്റെ സാധനങ്ങളും ആ കരളും ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെയും ഒരു 2 വീലറിനകത്ത് ഇവിടെ നിന്ന് വലിയ കുന്ന് വരെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിക്കകത്താക്കി തൂക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയവും കരളും എല്ലാം കൂടെ കൊണ്ടുപോയി. ആ ഒരു ഗതികേടിനപ്പുറം ഇനി ഒന്നും വരാനില്ല. അത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ചുകൂടെ ഒരു ഇത് കാണിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അടുത്ത് അവർ പറയുന്നു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഇതുമായിട്ട് ആ ഒരു ഭാഗവുമില്ല എന്നാണ് അപ്പോഴേ അവർ പറഞ്ഞത്. കാരണം ഞങ്ങൾക്കിതറിയില്ല, അത് ഫയർഫോഴ്സുകാരെ അറിയിക്കുമെന്ന് പറഞ്ഞു. ആറ്റിങ്ങൽ മാമത്ത് കണ്ടെയ്നർ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രക്കാരിയായ അഭിഭാഷിക മരിച്ചു. കൊല്ലം പൂയപ്പള്ളി സ്വദേശിനി കൃപയാണ് മരണപ്പെട്ടത്. ഇന്ന് വൈകുന്നേരം 3:40 അപകടം. തിരുവനന്തപുരത്ത് നിന്നും ഇന്റർവ്യൂ കഴിഞ്ഞ് ഭർത്താവിനൊപ്പം മടങ്ങി വരികയായിരുന്നു കൃപ. ദേശീയപാതയിൽ മാമത്ത് വെച്ചാണ് സ്കൂട്ടർ കണ്ടെയ്നറിൽ തട്ടി മറിഞ്ഞത്. റോഡിലേക്ക് വീണ കൃപയുടെ ദേഹത്തു കൂടി കണ്ടെയ്നർ ലോറി കയറിയിറങ്ങി. യുവതി തൽക്ഷണം മരണപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന അഖിൽജിത്ത് എന്ന യുവാവിനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവം ഞാനിവിടെ ലോട്ടറിയുടെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സൗണ്ട് കേട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഈ വണ്ടി ആ കൊച്ചിൻ്റെ ദേഹത്തൂടെ കയറി ഇറങ്ങുന്നതാണ് കണ്ടത്. ഇവിടെ നിന്ന് ആ കുട്ടിയുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള നമ്മളെ തലച്ചോറും പിന്നെ അതുപോലെ തന്നെ ലിവറും അതുപോലെ കുടലിൻ്റെ ഒരു ഭാഗവും ബ്രസ്റ്റും റോട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ എടുത്ത കവറിനകത്ത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കവറിനകത്ത് എടുത്ത് വയ്ക്കുകയും ഇതെന്നാൽ ഇവിടെയുള്ള നമ്മളെ ഫയർഫോഴ്സുകാരോ പോലീസ് ഉദ്യോഗസ്ഥരോ ഇത് എടുക്കാതെ ഞങ്ങളെല്ലാവരും ഒരുപാട് പറഞ്ഞത് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും തന്നെയും ഇതെടുത്തതുമില്ല. ഒടുവിൽ ഞങ്ങൾ തന്നെ നേരിട്ട് ഇപ്പോഴേ ഒരു 2 വീലറിൽ ആ മരിച്ചുപോയ കൊച്ചിൻ്റെ, അതായത് ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള തലച്ചോറും മറ്റ് ലിവറിൻ്റെ സാധനങ്ങളും ആ കരളും ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെയും ഒരു 2 വീലറിനകത്ത് ഇവിടെ നിന്ന് വലിയ കുന്ന് വരെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിക്കകത്താക്കി തൂക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയവും കരളും എല്ലാം കൂടെ കൊണ്ടുപോയി. ആ ഒരു ഗതികേടിനപ്പുറം ഇനി ഒന്നും വരാനില്ല. അത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ചുകൂടെ ഒരു ഇത് കാണിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അടുത്ത് അവർ പറയുന്നു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഇതുമായിട്ട് ആ ഒരു ഭാഗവുമില്ല എന്നാണ് അപ്പോഴേ അവർ പറഞ്ഞത്. കാരണം ഞങ്ങൾക്കിതറിയില്ല, അത് ഫയർഫോഴ്സുകാരെ അറിയിക്കുമെന്ന് പറഞ്ഞു. ഫയർഫോഴ്സുകാരെ അറിയിച്ചപ്പോഴത്തേക്ക് ഫയർഫോഴ്സുകാർ പറയുന്നു പോലീസിനെ ഏൽപ്പിക്കാൻ പറയുന്നു. പോലീസുകാർ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ എടുത്തും പോയി കവറിനകത്തായും പോയി. അതും വെച്ചുകൊണ്ട് ഞാൻ 1 മണിക്കൂറിന് ഇവിടെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് അത് വലിയ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചത്. പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലഭാഗം ഒന്നുമില്ല, തലഭാഗം കംപ്ലീറ്റ് വണ്ടി കയറി ഇറങ്ങി ചതഞ്ഞറിഞ്ഞ നിലയിലാണ്. നെഞ്ച് മറ്റുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വെളിയിൽ വാരിയൽ കംപ്ലീറ്റ് ഉടഞ്ഞ് വന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള രൂപത്തിലാണ്. ആ കുട്ടിയുടെ കൂടെ വന്ന ബോയ് ഫ്രണ്ടാണോ ഇനി ഭർത്താവാണോ? അതെ, ഹസ്ബൻഡാണെന്ന് പറയുന്നു. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ അദ്ദേഹം വളരെ ഭ്രാന്തനായ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് യാതൊരുവിധ പോറലും ഇല്ലാതെ വലിയ ഒന്ന് ആശുപത്രി കിടന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ ഇപ്പോൾ കണ്ടിട്ട് വരും. ഭരതകൃഷ്ണൻ, ആറ്റിങ്ങൽ.